ഹലോ, മോനൂസ് വൈബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നില്ലേ ഞങ്ങൾ മൂകാംബികയിൽ പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ. മമ്മ എടുക്കുന്നില്ലല്ലേ? ഞാൻ പറയുന്ന വീഡിയോ എടുക്കുന്നതിനിടയിൽ കുഞ്ഞാ നല്ല കരച്ചില്ല. അവന് ഉറക്കത്തിന് പെട്ടെന്ന് എണീപ്പിച്ചിട്ട് ഇപ്പോൾ രാവിലെ ഇങ്ങനെ 6 മണിയെല്ലാം ആയതേ ഉള്ളൂ. അവനൊരു 9 മണിയെല്ലാം ഒരു ഉറങ്ങും. അപ്പോൾ ഉറക്കം മിസ്സായതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ചാച്ചി ഉറങ്ങുന്നതാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ കുറേ നാളായിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പ് ഇപ്പോഴാണ് പോകുന്നത്. പോകുന്നതിന് പിറകിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ചാച്ചുവിന് ഞങ്ങൾ അവിടെ നിന്ന് എഴുത്തിനിരുത്താന്നുള്ള ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം ചാച്ചിന് സ്കൂളിലെല്ലാം പോകാൻ തുടങ്ങി. പിന്നെ നമ്മളങ്ങനെ മുന്നേ ഒരു സ്ഥലത്ത് നമ്മൾ എഴുത്തിനിരുത്തി ചാച്ചിനാ ഞങ്ങൾ ഇവിടെ തന്നെയുള്ള അമ്പലത്തിൽ വട്ടോളി ശിവക്ഷേത്രത്തിൽ നിന്ന്. അപ്പം അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് പോയിട്ട് അവിടെ നിന്ന് ഒന്നും കൂടെ എഴുത്തിനിരുത്താൻ പോകുന്നത്. സാധാരണ അങ്ങനെയല്ല, ദൂരെയുള്ളതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചാൽ അങ്ങനെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആരല്ല പോകുന്നത് വെച്ചാൽ ഞാൻ, സനു, അച്ഛൻ, അമ്മ, 2 മക്കൾ, പിന്നെ നിഖില കേട്ടോ. നല്ല ദൂരം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 7 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. 320 കിലോമീറ്റർ മറ്റുണ്ട്. അപ്പം രാവിലെ പോകും, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് അങ്ങനെ പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പയ്യന്നൂരെത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കോട്ടായത്തിൽ പെൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്നേരം ഈ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നേ. അപ്പം നല്ല അടിപൊളിയായിരുന്നേ. ഇപ്പം എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആൾക്കാരെല്ലാം ഇപ്പം അങ്ങനെ ആരും കാണുന്നൊന്നുമില്ല, കുറവാണ് കാണുന്നത്. അപ്പോൾ അവരവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് വന്നതാണ്. ഫുഡ് റെഡിയായി എന്ന് പറഞ്ഞാൽ ചാച്ചിത് ഇപ്പുറത്തൂടെ പുറത്തേക്ക് കൂടിയാണ് പോയേ. അപ്പുറത്തായിരുന്നു എല്ലാവരും, ഉള്ളിലല്ല പുറത്തായിരുന്നേ. ഫുഡ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. നല്ല മസാല സാധനം. അച്ഛൻ്റെ എങ്ങനെയുണ്ട്? അച്ഛൻ നൂൽപുട്ടും കടലക്കറി കഴിച്ചത് എനിക്കിഷ്ടമായിരുന്നു. നല്ല വട, നല്ല മൊരിഞ്ഞ വട, നല്ല ടേസ്റ്റ്. നിഖിലിൻ്റെ അഭിപ്രായം പറയൂ, എന്നുണ്ട്? ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിള്ളേർ വരുന്നില്ല, ഭയങ്കര കളിയാണ്. പിന്നെ ആരും വരുന്നില്ല. രാവിലെ എനിക്കൊന്നും ഇവിടെ തിരക്ക് കുറവാണ്. രാത്രി നല്ല തിരക്കുണ്ടായിരുന്നു പണ്ട് വന്നപ്പോൾ. അപ്പോൾ ആൾക്കാർ കുറവായതുകൊണ്ട് നമുക്ക് ഇഷ്ടത്തിന് ഇങ്ങനെ കളിക്കായിരുന്നു. ഞങ്ങത്താൽ ലേറ്റായി പോകില്ലേ? നല്ല ദൂരം. ഇന്നത്തെ കേരള. നിഖിലും അച്ഛനുണ്ടാ ഭാഗ്യം പരീക്ഷിക്കാൻ? കരുണാനിധിയാന്ന് നോക്കട്ടെ. അച്ഛൻ ഇങ്ങോട്ട് നോക്കട്ടെ. കണ്ണട വെച്ച് രണ്ടാളും ലോട്ടറി എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടാള് 80 ലക്ഷം. 40 രൂപ. എത്തി പോലും. കിച്ചു പറയുന്ന എത്തി. നമ്മള് കർണാടക എത്താൻ പോകുന്ന ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ. നിഖില് പറയുന്നത് ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകും. നിഖില് ഫുള്ള് ചെലവൊന്ന് അല്ലേ? അതെ, ഫുൾ അടിക്കണം. ആ ചേച്ചിക്ക് 1 കോടി അടിച്ചു നീ ചേച്ചിന്റെ അടുത്ത് നിന്ന് എടുത്തിട്ട്. ആഹാ, അടിപൊളിയാണല്ലോ. എന്നാ നീല് അച്ഛ അടിക്കട്ടെ. മൊത്തം ഈ ഭാഗം തന്നെ ലോട്ടറിന്റെ ഇതാന്നല്ലോ അല്ലേ? 2 സൈഡിലുണ്ട്. ഇതാ ഇപ്പുറത്തുണ്ട്. ഇതൊരു ലോട്ടറിന്റെ ഏരിയ പോലെ തന്നെ ഉണ്ടല്ലോ 2 സൈഡിലും. ഭാഗ്യം പറക്കുന്നു, ഭാഗ്യം. ഇത് ടോള്. ടോൾ ഗേറ്റ്. യെസ്, ടോൾ ഗേറ്റ്. പാകശാല.
ഫുഡ് എനിക്കിഷ്ടമായി, പക്ഷെ ബാക്കിയുള്ളവർക്ക് അത്ര ഇഷ്ടമായില്ലൊന്നും. ഇഷ്ടമായില്ല. ഇത് ശരിക്കും കർണാടക ഓതന്റിക് ഫുഡാണെന്ന് തോന്നുന്നു. ഒരു കർണാടക ഫുഡ്. പിന്നെ നമ്മളിങ്ങനെ പുറത്തുനിന്നെല്ലാം കഴിച്ച് കുറച്ച് ശീലമുള്ളവർക്ക് കുഴപ്പമുണ്ടാവില്ല. എന്നാ പൂരിയും ചപ്പാത്തിയെല്ലാം ഇൻക്ലൂഡ് ആയില്ല. സൗത്ത് ഇന്ത്യൻ ഫുഡിൽ പൂരിയുണ്ട്, പിന്നെ കുറേ കറികൾ, തൈര്, അങ്ങനെ കൂട്ട് പോലത്തെ അങ്ങനത്തെ എന്തെല്ലോ കറികളെല്ലാം ഉണ്ട്. നോർത്ത് ഇന്ത്യൻ ഫുഡിൽ ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ പരിപ്പ് അങ്ങനത്തെ എന്തെല്ലോ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഐസ്ക്രീം ഉണ്ട് അല്ലേ, എല്ലാവർക്കും ഉണ്ട് അല്ലേ. നോർത്ത് ഇന്ത്യനിലും സൗത്ത് ഇന്ത്യനിലും ഉണ്ട് മീൽസിൽ. പിന്നെ നമ്മൾ പായസം ഉണ്ടായിരുന്നു നമ്മളെ. നിഖിലാണ് നോർത്ത് ഇന്ത്യൻ ഫുഡ് വാങ്ങിച്ചത്, നമ്മളെല്ലാവരും നോർത്ത് ഇന്ത്യൻ മീൽ വാങ്ങിച്ചത്. അതിലാണ് എന്തുള്ളത് പായസമല്ല, അവന് ക്യാരറ്റ് ഹൽവ ഉണ്ടായത്. മോശമല്ല, എനിക്കിഷ്ടമായി. എത്ര റേറ്റ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, 150 210. സൗത്ത് ഇന്ത്യൻ മീലിന് 150, നോർത്ത് ഇന്ത്യന് 210. വലിയ കുഴപ്പമില്ല, ഇഷ്ടമായി. പിന്നെ ഇവിടെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ, എന്തായാലും കർണാടക ഫുഡല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇനി എത്താനായി തോന്നല്ലേ, ഇനി അധികം ദൂരമില്ലല്ലോ. 54 കിലോമീറ്റർ. ഒരു 4 മണിയാകുമ്പോൾ എത്തും. 3 മണിയായി, 4 മണിക്കുള്ളിൽ എന്തായാലും അല്ലേ. പേരെന്നറിയാം, മഹാലക്ഷ്മി അല്ലേ. നമ്മളെ ഇതിലേക്ക് അമ്പലത്തിലേക്ക് വരുന്ന ഒരു ഗേറ്റ് ഉണ്ടാവൂലേ, എൻട്രി ആവുന്നതിൻ്റെ അവിടെ, അതിന്റെ തൊട്ട് വലത് സൈഡിൽ തന്നെയുള്ള ഹോട്ടലാണ്. പിന്നെ അത്യാവശ്യം നല്ല നീറ്റൊക്കെ ആയിട്ടുള്ള, ഒരു മോശമില്ലാത്ത നല്ല ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഹോട്ടലാണ്. പൈസ കുഴപ്പമില്ല കേട്ടോ. എനിക്ക് തോന്നിയത് കുറച്ചും കൂടെ ഓൺലൈനിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചും കൂടെ കുറവായിരിക്കുന്നു. ഡീറ്റെയിൽസും കാര്യങ്ങളും എത്രയാണെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ, അതായത് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ മൂകാംബികയിൽ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിട്ടാ. പിന്നെന്താ ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചൊക്കെ റെഡിയായി നേരെ അമ്പലത്തിലേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അമ്പലത്തിൽ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പുറത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 6:30 വലിയ ഇരുട്ടൊന്നും ആയിട്ടില്ല. തിരക്ക് അത്യാവശ്യം ഉണ്ടാവും, കാരണം ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ഈ ശനി ഞായറൊക്കെ നല്ല തിരക്കായിരിക്കില്ല. പിന്നെ വെക്കേഷൻ്റെ സമയമാണ്. ഉള്ളിൽ പോയാൽ അറിയാം ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള. ഇവിടെയൊന്നും പക്ഷെ അങ്ങനെ കാണുന്നൊന്നുമില്ല, ആൾക്കാരൊന്നും അധികം ഇല്ല. മുകളിൽ പോയി നോക്കാം. ഇനിയും താ പറയുന്ന ലഡു. ചാച്ചു ലഡു ഗുഡാണോ? നമുക്ക് തരുമോ? ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലെല്ലാം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വലിയ തിരക്കേ ഇല്ലേനു കേട്ടോ. അതായത് ഞങ്ങൾ ഉള്ളിൽ കയറുന്ന സമയത്ത് ആൾക്കാർ ഭയങ്കര കുറവായിരുന്നേ. ഇപ്പം നോക്കി എന്തൊരു തിരക്കാന്ന്. ഞങ്ങളിങ്ങനെ വന്ന പോലെ നേരെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. ഇപ്പം ഞങ്ങൾ വന്നതിന് ശേഷം നോക്കും നല്ല തിരക്കായി. അപ്പം ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നതിന് ഇന്ന് ഇപ്പോൾ ശനിയാഴ്ച ആയിട്ടും വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ കയറി പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നല്ല തിരക്കായി. അയ്യോ തരുന്നുണ്ട്. എന്നാ ത്രിമധുരം. പഞ്ചസാരയും പിന്നെ എന്നാ മുന്തിരിയെല്ലാം ഉള്ള സാധനം അല്ല, നെയ്യും. നമ്മളെത്തുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് ടൈം. ഇപ്പം ഉള്ളിൽ എങ്ങനെയുണ്ട്? നല്ല തിരക്കല്ലേ? ശരിയതാ. നമ്മളിവിടുന്ന് വരുമ്പോൾ ഇവിടെ ഫുൾ ഫ്രീ ആയിരുന്നേ. ഇപ്പം നോക്ക് എന്താ തിരക്കെന്ന്. ചാച്ചുവിന് എവിടെ പോയാലും ലാസ്റ്റ് ഇതാ എന്തെങ്കിലും എടുക്കുമ്പോൾ ഒന്നെങ്കിൽ കിച്ചൺ സെറ്റോ ഫുഡ് അങ്ങനത്തെ എന്തെങ്കിലും സാധനം, ഇല്ലെങ്കിൽ ഡോക്ടർ കിറ്റ്, ഇല്ലെങ്കിൽ എന്നാ സാധനോ അവള് ലാസ്റ്റ് എന്തായാലും മേടിച്ചേ മേക്കപ്പ് കിറ്റ്. ഈ 3 സാധനമാണ് അവൾ സ്ഥിരമായിട്ട് എടുക്കുന്നത്. അല്ല ഓൾറെഡി ഈ വീട്ടിലുള്ളതല്ലേ അച്ചോ? ഫ്രഞ്ച് ഫ്രൈസ് എൻ്റെ എല്ലാം വീട്ടിൽ ഓൾറെഡി ഇല്ലേ, പിന്നെന്തിനാ ഇതിങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു സാധനം മേടിച്ചിട്ട് കുറേ എണ്ണം കാണൂലേ അച്ചോ? അല്ല മോളല്ലേ? ഞങ്ങൾക്ക് ആർക്കും തീരെ താല്പര്യമില്ലായിരുന്നു ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവസാനം അവൾ കരഞ്ഞു പിടിച്ച് അതന്നെ വാങ്ങിച്ചു. നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ. ഇതാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെയുള്ള മേശയുടെയും ഒരു ബെഞ്ച് പോലെ ഉണ്ട്, അവിടെ ഇരുന്നിട്ടുള്ളത്. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നിലത്തിരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്താ, അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ.
അപ്പോൾ പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോ അയച്ച് കാണാം. അതുവരേക്കും ചച്ചാ.